അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ബദീഅ് എന്നത്. ഖാലിഖ്, ബദീഅ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നുള്ളു. ബദീഅ് എന്ന് പറഞ്ഞാല് മുൻ പ്ലാൻ ഇല്ലാതെ കാര്യങ്ങൾ കൃത്യമായി സൃഷ്ടിക്കുന്ന ആള് എന്നാണ്. വലിയൊരു അത്ഭുതമാണത്. ഈ ലോകത്ത് ഏതൊരു സൃഷ്ടിക്കും എന്തൊന്നിനെ ഒപ്പിച്ചെടുക്കാനും ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുക. പലപ്പോഴും പ്ലാന് പാളും ചെയ്യും. ഇന്നലെ വൈകുന്നേരം ഒരു മനോഹരമായ പള്ളിയുടെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഉണ്ട് മുന്നിൽ വരച്ച് വെച്ചിട്ട്, അതിനൊപ്പിച്ചിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കുക. അല്ല, എഞ്ചിനീയർ പണിയതാണല്ലോ. ആര് എന്തുണ്ടാക്കുകയാണെങ്കിലും അതിന് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടാവും. ഏത് ശാസ്ത്രജ്ഞൻ എന്ത് പുതിയത് കൊണ്ടുവരികയാണെങ്കിലും അതിനൊരു പ്ലാൻ ഉണ്ടാവും. അവര് ഖാലിഖുമല്ല, അവര് മുസവ്വിറ, രൂപപ്പെടുത്തുന്ന ആളുകൾ, ഉണ്ടാക്കി വെച്ച പലതിനെയും സംയോജിപ്പിക്കുന്ന ആളുകളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു വസ്തുവിന് നേരത്തെ ഒരു പ്ലാൻ ഇല്ല. ആകാശത്തിന് എന്ത് പ്ലാൻ നോക്കിയിട്ട് അള്ളാഹ് ഉണ്ടാക്കിയത്? ആരോടൊട്ടും മുശാവറയും ചെയ്തിട്ടില്ല. ആകാശം ഉണ്ടാക്കണതിന് മുമ്പ് നബി ഇസ്ലാമിനോട് മുശാവറ ചെയ്താണോ? അവരെല്ലാരും കൂടി തീരുമാനിച്ചിട്ടുണ്ടാക്കിയാണോ? ഇതൊന്നുമല്ലല്ലോ. ഒരു പ്ലാനും ഇല്ല. അത്ഭുതമാണ്. മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ആദ്യം ഒരു മനുഷ്യനെ ഉണ്ടാക്കിയല്ലോ. ഭൂമിയിൽ മനുഷ്യൻ അവസാനത്തെ സൃഷ്ടിയാണ്. പക്ഷെ ലോകത്ത് മനുഷ്യൻ അല്ലാഹു തആല ഉണ്ടാക്കിയല്ലോ. ആ എന്ത് പ്ലാൻ നോക്കിയിട്ടാണ് ഉണ്ടാക്കണത്? സുബ്ഹാനല്ലാഹ്, ഒരു പ്ലാനും ഇല്ലല്ലോ. ഖാലിഖുമാണ്, ബദീഉമാണ്. ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ അല്ലാഹ്ക്കല്ലാതെ കഴിയില്ല. ഇതൊരു വാദാണ്. അതിനെ പൊളിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. ലോകം എത്ര പുരോഗമിച്ച് എവിടെ എത്തി നമ്മള്? എന്തെല്ലാമാണ് ഇപ്പൊ പറയുന്നത്, എന്തെല്ലാമാണ് നടക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ രോഗികളാണെങ്കിൽ കണ്ണിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അമേരിക്കയിൽ നിന്ന് സർജറി നടക്കും. ഡോക്ടർ ഉള്ളത് അവിടെയാണ്, എന്നാലും സംഭവം നടക്കും. ലോകത്തുനിന്ന് തീറ്റക്ക് മാത്രമേ യന്ത്രം കണ്ടുപിടിക്കാത്തുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ യന്ത്രമല്ലേ. നോമ്പർക്കൊരു യന്ത്രം ഉണ്ടെങ്കിൽ നമുക്കല്ല സുഖമായിരുന്നു. നമുക്ക് പകരം യന്ത്രം തിന്നുക, അത് ഉണ്ടാവില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് യന്ത്രമില്ല. മൂത്രയിക്കാൻ മുട്ടി നമ്മൾ തന്നെ ഓടണം. യന്ത്രത്തിനോട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് കാര്യമില്ല, നമ്മൾ നീച്ച് ഓടണം. അത് പ്രധാനമന്ത്രിക്ക് മൂത്രയിക്കാൻ മുട്ടിയാലും വേറെ ആളെ പറഞ്ഞേക്കാൻ പറ്റില്ല, മുപ്പരെന്നെ പോകണം. അപ്പോ ഖാലിഖും റബ്ബാണ്, ബദീആണ്. മുൻ ഒരു മിസാല് സാബിഖാവാതെ കാര്യങ്ങൾ കൃത്യമാക്കിയവൻ. ഒരു പ്ലാന് നേരത്തെ ഇല്ല. അത് വലിയൊരു അത്ഭുതമാണ്. ഒരു പ്ലാനും ഇല്ലാതെ അത്ഭുതകരമായ സൃഷ്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മനുഷ്യന്മാരിന് ഇപ്പോൾ ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ട്? അതൊക്കെ ഒരുപോലെയാണോ? നമ്മളെ മുടികളൊക്കെ ഒരുപോലെയാണോ? നമുക്ക് നോട്ടത്തിൽ ഒരുപോലെ ആയിരിക്കും. ആ വിവരമുള്ള ആൾക്ക് മുടിയെന്ന് കാണിച്ചു കൊടുത്തോക്കാണ്. ഒരാളെ തലയിൽ എത്ര മുടിയാണ്? ഈ ഓരോ മുടിയും വ്യത്യാസം, ഓരോരുത്തരുള്ള തലയിലെ മുടിയും വ്യത്യാസം. എനിക്കുള്ളത് പോലത്തെ വിരൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ ഈ വിരൽ കുത്തേണ്ട ആവശ്യമില്ല. പിന്നാലെ വരുന്ന ആള് കുത്തണം. അപ്പോ കണ്ടത് ഈ വിരലാണെങ്കിൽ ഞാൻ അത് കുത്തണം. ഞാൻ ഇപ്പൊ നാളെ വരുമ്പോഴും എന്നോട് കുത്തിച്ച്. എത്ര ആളുകളാ എയർപോർട്ടിൽ വരുന്നത്? നമ്മളൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ ഇപ്പൊ കണ്ടോക്കണ്ട, തൂണ് നമ്മൾ ഉണ്ടാക്കി, തൂണൊക്കെ ഒരുപോലെ തന്നെ അല്ലേ. ഈ തൂണ് എടുത്തിട്ട് ഇങ്ങോട്ട് കുത്തിട്ട് അങ്ങോട്ട് ആക്കിയാൽ ആർക്കെങ്കിലും തിരിയോ? ഒക്കെ ഒരുപോലെയാണ്. അത് എത്ര വലിയ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, ഒക്കെ ഒരുപോലെ തന്നെ. പക്ഷെ എന്റേത് പോലത്തെ ഒരു വിരല് ലോകത്തൊരാൾക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു വർത്താനല്ല. അത് ചിന്താമണ്ഡലത്തെ പിടിച്ച് ഉലക്കുന്ന സാധനാണ്. എന്നിട്ട് ഇതിൻ്റെ ഒന്നും ബാക്കിൽ ഒരാളില്ല എന്ന് പറഞ്ഞാല് ഓനല്ല ഭ്രാന്താലയത്തിലെ അന്തേവാസി. ഓന്റെ പേരാണ് എ ക്ലാസ് പിരാന്തൻ. അതിന് യുക്തിവാദി എന്ന് പേരിട്ടിട്ടൊന്നും കാര്യമില്ല. അവന് യുക്തിവാദി മുസ്ലിമാണ്. കാര്യങ്ങളൊക്കെ യുക്തിഭദ്രമായിട്ട് വിശ്വസിക്കുന്നതും പറയുന്നതും മുസ്ലിമീങ്ങളാണ്. ആ അറബിയിലുണ്ട് അക്സോണ്ട് പേരിടുക എന്ന് പറയും. ഉദാഹരണത്തിന് മഫാസത്ത്, അതിന്റെ അർത്ഥം മരുഭൂമി എന്നാണ്. മഫാസത്ത് എന്നുള്ള വാക്ക് വന്നത് ഫൗസ് എന്ന വാക്കുന്നാണ്. ഫൗസ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്. മരുഭൂമിയിൽ എന്ത് വിജയമുള്ളത്? അതിന് ഭാഷാ പണ്ഡിതന്മാർ പറയും അതാണ് അക്സോണ്ട് പേരിടുക എന്ന് പറയാം. അതാണ് നേരെ അക്സോണ്ട് പേരിടുക. ഞാൻ നാളെ 3 ചെറുപ്പക്കാരെ നിസ്കരിക്കണ കണ്ടു. ബാക്കിൽ നിന്നുകൊണ്ട് എന്റെ കണ്ണ് എരപ്പായി. ഓല നിസ്കാരം സുജൂദും ബാത്തിലാണ്. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ?
അല്ലെങ്കിൽ ഞാൻ അപ്പൊ തുറന്ന് പറയും, നിങ്ങളെല്ലാം കൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. 3 ചെറുപ്പക്കാരൻ നിസ്കരിക്കണുണ്ട്, ഓല ബാക്കിൽ ഞാനായിരുന്നു. എന്റെ കണ്ണു ഏർപ്പായി, ഓല സുജൂദ് ഏർപ്പായി. അപ്പൊ എന്താ സംഭവം? നിങ്ങൾക്ക് ഏകദേശം ഒരു എയിം കിട്ടിയോ? പഠിച്ചോനെ, ഇത് നിങ്ങൾ എന്നെ കൊണ്ട് തന്നെ പറപ്പിച്ച്, ഞാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ കേട്ട് രസിച്ച് ചിരിക്കുക. സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഞാൻ അതിലൊരാളോട് ചോദിച്ചാൽ എന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അസ്തർ എന്ന് പറഞ്ഞു. അതിനർത്ഥം ഏറ്റവും കൂടുതൽ മറക്കണ ആള് എന്നാ. ഒന്നൊട്ടും മറിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം തന്നെ ഏറ്റവും കൂടുതൽ മറക്കണ ആള് എന്നാ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഓ മറിച്ചിട്ടില്ല. അതിന് നേരെ അക്സോണ്ട് പേര് വെക്കുകയാണ്. ചിലപ്പം നല്ല വെളുത്ത ആൾക്ക് സൗദാ എന്ന് പേരിടും, കർത്തോന് ബൈലാ എന്ന് പേരിടും. നേരെ വിപരീതം കൊണ്ട് പേരിടുക എന്നാണ് അതിന് പറയുന്നത്. എന്നുപോലെയാണ് യുക്തിവാദി എന്ന് പറഞ്ഞാൽ നേരെ എതിരായിട്ട് പേര് വന്നതാണ്. യുക്തിവാദി മുസ്ലിമാണ്. നമ്മുടെ ഏത് വിഷയത്തിലും യുക്തിഭദ്രമായതേ ഉള്ളൂ. പക്ഷെ ചിലത്തിന്റെ യുക്തി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിനർത്ഥം അതിന് യുക്തി ഇല്ല എന്നല്ല, നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. കാരണം വിവരം 3 രീതിയിലാണ്: മനസ്സിലായത്, മനസ്സിലാവാത്തത്, മനസ്സിലാവാൻ കഴിയാത്തത്. മനസ്സിലാവാൻ കഴിയാത്തത് ഉള്ളത് തന്നെയാണ്, നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം. അത്രയല്ലേ ഉള്ളൂ. നാളൊരു യുക്തിവാദി എന്നോട് വിളിച്ചു ചോദിച്ചു, പടച്ചോനെ സൃഷ്ടിച്ചത് ആരാണ്? നോക്കാണ് നിങ്ങൾ ചോദ്യം. നിങ്ങൾ പറയണ്ടല്ലോ എല്ലാം സൃഷ്ടി. നിങ്ങളൊരു പ്രസംഗം കേട്ടിട്ട് ഞാൻ വിളിക്കണെന്ന് പറഞ്ഞു. എല്ലാം സൃഷ്ടിച്ച പടച്ചോനാണെങ്കിൽ പടച്ചോനെ സൃഷ്ടിച്ച ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പടച്ചവൻ എന്ന് ഞാൻ പ്രസംഗിച്ചാൽ എനിക്കൊരു ഡെഫിനിഷൻ ഉണ്ടാവും. എന്താന്ന് വെച്ചു അവിടെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കല്. അല്ല എല്ലാ കൊസറാങ്കൊള്ളി ചോദ്യത്തിനൊക്കെ മറുപടി അറിയാൻ നിൽക്കാം. ഞാൻ പടച്ചോനെ എന്ന് പ്രസംഗത്ത് പറഞ്ഞാൽ ആ പടച്ചവന് ഞാൻ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ഗ്രൗണ്ടിക്ക് വാ, എന്നിട്ട് ചോദിക്കും. ഞാൻ ഖാലിഖ് എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്ന് ഞാൻ പറഞ്ഞതിന് ഞാൻ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് വാ, എന്നിട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞ ഖാലിഖ് സൃഷ്ടിക്കപ്പെട്ടവനല്ല, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. ഇന്ന് ചോദിക്കും. അങ്ങനെയല്ലേ? ഞാൻ തിരിച്ചവനോട് വെച്ച് എനിക്ക് എത്ര കുട്ടികളുണ്ടെന്ന് വെച്ച് 5 കുട്ടികൾ പറഞ്ഞു. ഭാര്യ എത്ര ഉണ്ടെന്ന് വെച്ച്. ഭാര്യ ഒന്നിലധികം ഉണ്ടാവാമല്ലോ, ഒരു ഭാര്യ ഉള്ളൂ എന്ന് പറഞ്ഞു. ബാപ്പ എത്ര ഉണ്ടെന്ന് വെച്ചു. അത് ചോദ്യ അത് ചോദ്യാണോ? അല്ല, അത് ചോദ്യാണോ? അല്ല, അത് ചോദ്യമല്ല. കാരണം ബാപ്പ ഒന്നേ ഉണ്ടാവുള്ളൂ, ബാപ്പയമ്മ ഒന്നേ ഉണ്ടാവുള്ളൂ. 2 ആളും കൂടി പ്രസവിക്കുവോ? അപ്പൊ എല്ലാം ചോദ്യമാണെങ്കിലും മറുപടി പറയണ്ടേ ഉള്ളൂ. ചോദ്യം ഇല്ലെങ്കിൽ എന്തിനാ മറുപടി പറയണേ? 4 ചതുരുള്ള ത്രികോണം എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അത് തെരഞ്ഞെടുക്കല. ചതുരത്തിലുള്ള ത്രികോണം ചോദിച്ചാൽ തെരഞ്ഞെടുക്കല. ഒരാൾ വെച്ച് ചതുരത്തിൽ ഒരു ത്രികോണം തരുമെന്ന് വെച്ച് അത് തെരഞ്ഞെടുക്കണോന്റെ പേരെന്താ? പിരാന്തനല്ലേ? കാരണം ത്രികോണം എന്ന് പറഞ്ഞാൽ ചതുരാവൂലല്ലോ. അപ്പൊ എല്ലാ ചോദ്യത്തിനും മറുപടി പറയേണ്ടേ ഇല്ല. ചോദ്യം ആയിരിക്കണം. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടാത്തവനാണ്. പുത്തൻതെരുവ് എന്ന് രാത്രി തിരൂർക്ക് പോണ ബസ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. പുത്തൻതെരുവിന്ന് ലാസ്റ്റ് തിരൂർക്ക് പോണത് 10:20 ഒരു ബസ് ഉണ്ട്, അതാണ്. ഉദാഹരണം പറയട്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരണ്ട, ഒരു ഉദാഹരണം പറയണം. പിന്നെ അതിന്റെ ശേഷം ഏതാ പോണെന്ന് വെച്ചാൽ ആ ചോദിച്ചോ മരമണ്ടൂസല്ല ഓൻ്റെ അടുത്ത് വേഗം സലാം പറഞ്ഞ് വിരിയാന്നല്ലാതെ പിന്നുണ്ടാവില്ലല്ലോ. ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവും. ഇവിടെ ലോകം മൊത്തം ഉണ്ടായത് ഒരു പിണ്ടത്ത് നിന്നാണെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ഒരു പിണ്ടത്ത് നിന്നാണ്. നെബുല ഇതൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുമായിരുന്നു. അതിൽ സ്ഫോടനം ഉണ്ടായി. എന്നാലും ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ സംഗതി പിന്നെ വന്ന പേരാണ്. ഒരു പരിഹാസത്തിന് വന്ന പേരാണ്. അത് പിന്നെ പേരായി മാറിയതാണ്. അത് ശാസ്ത്രജ്ഞൻ ഇത് കണ്ടുപിടിച്ച ആളോട് ചോദിച്ചാണ്. അപ്പൊ കൂടി ഒന്ന് പൊട്ടിത്തെറിച്ചായിരിക്കൂലേ എന്ന്. അതിലാണ് ബിഗ് ബാങ് തിയറി എന്ന് പേരിട്ടത്. ആയിക്കോട്ടെ, ഇതൊരു പിണ്ടായിരുന്നല്ലോ. ഒന്നുകിൽ ഈ പിണ്ടം പടച്ചോനാവണം, അല്ലെങ്കിൽ പിണ്ടത്തെ പടച്ചോണ്ടാക്കണം. എന്താ ബുദ്ധി പറയാ? ഒന്നുകിൽ ഈ പിണ്ടായിരിക്കണം പടച്ചോൻ, പിണ്ടം പടച്ചോനല്ല. കാരണം എന്താ? ഈ പ്രപഞ്ചത്തിന് നല്ലൊരു ഭദ്രത കാണുന്നുണ്ട്, എല്ലാത്തിലും യുക്തിഭദ്രമായ ഒരു സംവിധാനം കാണുന്നുണ്ട്. അപ്പോ ഇതൊരു ബുദ്ധിയുള്ള, ശക്തിയുള്ള, യുക്തിയുള്ള ആളിൽ നിന്ന് വന്നതാണ്. അത് പിണ്ടാവാൻ പറ്റൂല. അപ്പൊ നമ്മള് പിണ്ടത്തെ പടച്ചോനാക്കിയില്ല, പിണ്ടത്തെ ഉണ്ടാക്കിയൊരു പടച്ചോനെ നമ്മൾ വെച്ചു. എന്തൊരു ബുദ്ധിയാണത്! ഇപ്പൊ ഉദാഹരണം, ഈ പള്ളി മനോഹരമായൊരു പള്ളി അല്ലേ? മനോഹരല്ലേ? എന്താ നിങ്ങൾ ഉണ്ടാത്തത്? മനോഹരമായൊരു പള്ളി. അപ്പൊ എന്നോടൊരാൾ വെച്ച് ഈ പള്ളി ആരൊക്കെ കൂടിയിട്ടപ്പ ഉണ്ടാക്കി? അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, അത് ഇവിടെ ഉള്ള കല്ലൊക്കെ കൂടി ചുമരായി, മണ്ണൊക്കെ കൂടി തറയായി, ഇവിടെ ഉള്ള കുമായൊക്കെ കൂടി പെയിന്റായി, അങ്ങനെയൊക്കെ കൂടി ഇതൊരു സുപ്രാത്തിൽ ഇതിങ്ങനെയാണ് പൊന്തി എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ആണ്ടൊന്നും നോക്കുമല്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇന്നെ കസേരയിൽ നിന്ന് ഇറക്കൂലേ? എന്നിട്ട് നേരെ വണ്ടിയേറ്റ് വന്ന ആൾക്കാർ അതിലിടും, ഉസ്താദ് കുഴപ്പമൊന്നുമില്ല, കുറച്ചേരം അവിടെ ഇരുന്നോളിന്ന് പറയും. എന്നിട്ട് എവിടേക്കെങ്കിലും കൊണ്ടുപോകൂലേ? കാരണം എന്റെ പേരല്ലേ പിരാന്തൻ. അതാണിപ്പോ ഇവര് പറയണത്. പിണ്ടാണ്ട് പൊട്ടിത്തെറിച്ചു, അതിന്ന് സൂര്യ ഉണ്ടായി. എന്തൊരു പൊട്ടത്തരാണത്. ഹോട്ടലിൽ അവിടെ പോയിട്ട് പറയാം, മൈദപ്പൊടിയൊക്കെ കൂടി പൊട്ടിത്തെറിച്ചിട്ട് പൊറാട്ട ഉണ്ടായി, അരിപ്പൊടിയൊക്കെ കൂടി പൊട്ടിത്തെറിച്ചിട്ട് ബിരിയാണി ഉണ്ടായി, മറ്റേ പൊടിയൊക്കെ കൂടി ഇപ്പുറത്ത് കൂടി പൊട്ടിത്തെറിച്ചിട്ട് ഉണ്ട ഉണ്ടായി. ഇത് പറയണോന്റെ പേരില്ലേ പിരാന്തെന്ന്? അങ്ങനെ ഉണ്ടാവും ഒരു ഹോട്ടല്? ഇതൊക്കെ കൂടി പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ മാത്രം ബുദ്ധി അതപ്പതിക്കണമെങ്കിൽ അതിന്റെ പേരാണ് ഞാൻ പറയണില്ല. അവിടെ ഒരാളെ പേര് എനിക്കിങ്ങനെ പേരിങ്ങനെ പൊന്തുണ്ട് ചില ആൾക്കാര്. എന്നിട്ട് അതിന്റെ ഒക്കെ പിറകിൽ കുറച്ച് ആൾക്കാർ എക്സ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് ആൾക്കാർ നോമ്പർ ഉണ്ടാക്കുക, മുർത്തദുകളുടെ നോമ്പറാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തൊക്കെയാ ലോകത്ത് നടക്കുന്നത്? എന്ത് ബുദ്ധിയാണ് ഇതിലൊക്കെ ഉള്ളത്? ഭൂമി ഉണ്ടാവായിരുന്നു, ഈ പ്രപഞ്ചം ഉണ്ടാവായിരുന്നു, ഉണ്ടാവാതിരിക്കായിരുന്നു. ഇംകാനെന്ന് അതിന് വരാം. ഇത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഉണ്ടായി, അപ്പൊ ഉണ്ടാക്കിയോ ഉണ്ടാവണം. ഒരു ത്രാസ് എങ്ങനെ പിടിച്ചാൽ രണ്ടും സമാസമായിട്ട് നിൽക്കും. ഏതെങ്കിലും ഒന്ന് താന്നാൽ അവിടെ എന്തോ ഒരു പണി നടന്നിക്കണെന്ന് അതിന്റെ അർത്ഥം. അതെന്താ? അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ടുണ്ടാവും. പിണ്ടായിട്ട് നിൽക്കട്ടെ, അത് പൊട്ടിത്തെറിച്ചാൽ അതിന്റെ ബാക്കിൽ പൊട്ടിത്തെറിക്കാൻ കാരണക്കാരനായ ഒരു ശക്തി ഉണ്ടാവും. എന്തേ അന്ന് പൊട്ടിത്തെറിച്ചത് തലേന്ന് പൊട്ടിത്തെറിച്ചില്ലല്ലോ. അപ്പൊ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഒരാൾ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടാവും. അതുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ഖുർആൻ പറയുന്നുണ്ട്. അവലം നറല്ലദീന കഫറു അന്നസ്സമാവാതി വൽഅർള കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ. ആ ആയത്തിൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അവലം നറല്ലദീന കഫറു എന്നുള്ള വാക്കാണ്. അവിശ്വാസികൾ മനസ്സിലാക്കണില്ല എന്നാണ്. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞന്മാര് മുഴുവനും കഫറു എന്നുള്ള പരിധിയിൽപ്പെട്ടവരാണ്. ഒറ്റ മുസ്ലിം മൂലയിലില്ല. അന്ന സമാവാത്തി വല്ലറുള്ള കാനത്താറത്തക്ക തന്നെ ശാസ്ത്രം പറയണേ. ആകാശം ഭൂമിയൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന നെബുലയായിരുന്നു. അതിൽ പിന്നെ പൊട്ടിത്തരുണ്ടാക്കി അല്ല പറയണേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫത്തക്ക് അത് ഉണ്ടായി. അത് നമ്മളെ പരിപാടിയാണ്. ആ ഉണ്ട് ഒഴിവാക്കി യുക്തിവാദികൾ. നമ്മളെ പരിപാടിയാണെന്ന് പടച്ചോൻ പറഞ്ഞതാണ്ട് ഒഴിവാക്കി. പൊട്ടിത്തെറിച്ചിക്കണെന്ന് അവർ സമ്മതിക്കും ചെയ്ത്. ഇതിന് നമ്മളെ കിട്ടൂല, നമ്മൾ ആ ന്യായം കൂട്ടി. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിക്കണ നെബുലയായിരുന്നു. പൊട്ടിത്തെറി ഉണ്ടായി, അതും ഖുർആൻ പറയുന്നു. പക്ഷെ ആ പൊട്ടിത്തെറി പ്രോഗ്രാം നടത്തിയത് പടച്ചോനാണ്. അതിനേ സൂര്യൻ വരുള്ളൂ, അതിനേ ഭൂമി വരുള്ളൂ, അതിനേ നക്ഷത്രങ്ങൾ വരുള്ളൂ, അതിനെ ഇങ്ങനെയുള്ള മനോഹരമായ ഗാലക്സികൾ വരുള്ളൂ, അതിനെ ക്ഷീരപഥം വരുള്ളൂ, അതിനെ കൊള്ളിമീനുകൾ വരുള്ളൂ, അതിനെ ഇതൊക്കെ വരുള്ളൂ. അല്ലാതെ ബുദ്ധിയില്ലാത്ത ഒരു പിണ്ടാണ്ട് പൊട്ടിത്തെറിച്ചാൽ ഇത്ര സുശക്തമായ സുഭദ്രമായ മനോഹരമായ കൃത്യമായ പ്ലാനുള്ള ഒരു സംഗതി ഉണ്ടാവൂല. അത് തലക്ക് വഴിയുള്ള ആർക്കും മനസ്സിലാവും. അവനാണ് ബദീഉസ് സമാവാതി വൽ അർള്, അവനാണ് ഖാലിഖുസ് സമാവാതി വൽ അർള്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യുക്തിവാദികളായിട്ട് ഒരിക്കലും ഒരു വാദപ്രയോഗത്തിന് തീരുമാനിച്ചു. അപ്പൊ ഒരു ഡേറ്റ് നിശ്ചയിച്ച ഡേറ്റ് എല്ലാരും പങ്കെടുത്തു. ആയിരങ്ങളായ കാണികൾ ശ്രോതാക്കൾ സദസ്സിൽ വന്നു. പക്ഷെ ഇമാമിനെ കാണാനില്ല, സമയം വൈകിട്ടും കാണാനില്ല. അപ്പൊ യുക്തിവാദികൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. ഇതാണ് നിങ്ങളെ ഉസ്താദുമാരുടെ അവസ്ഥ, പേടിച്ചിട്ട് വന്നില്ല, ഇപ്പൊ ഞങ്ങൾക്ക് വിജയായില്ലേ, ഇനി വാദപ്രവാദം വേണോ? അപ്പൊ എല്ലാരും ഏകദേശം ഇനി വാദപ്രവാദം വേണ്ട എന്നുള്ള അവസ്ഥയിൽ പിരിഞ്ഞു പോവാൻ നിൽക്കാണ്. മുസ്ലിമീങ്ങളൊക്കെ ആശങ്കാഭരിതരാണ്. വൈകിണ്ട് ഇമാം എങ്ങനെ വരുന്നത്, സ്റ്റേജിൽ കയറി. എന്നിട്ട് അബൂ ഹനീഫ ഒരു വർത്താനം പറഞ്ഞു. ഞാൻ കണ്ട വരുന്ന സമയത്ത് എനിക്ക് വഞ്ചി കിട്ടാതെ കടവത്ത് ഞാൻ കുടുങ്ങിക്കഴിയായിരുന്നു. അങ്ങനെ എനിക്ക് ഈ സമയത്ത് ഇവിടെ എത്തണല്ലോ എന്നുള്ള ബേജാറിൽ നിൽക്കുമ്പോഴാണ് ഒരു മരം എൻ്റെ മുമ്പിലേക്ക് ഒഴുകി വന്നത്. ആ മരം പെട്ടെന്ന് പിളർന്നു, അതൊരു കപ്പലായി. എന്നെ ആ കപ്പലിൽ കയറ്റി, എന്നിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോ യുക്തിവാദികളാണ്ട് പരിഹസിക്കാൻ തുടങ്ങി. ഒരു മരം സ്വയം വരിക, എന്നിട്ട് സ്വയം പിളരുക, എന്നിട്ട് സ്വയം കപ്പലാവുക, ഇങ്ങനെ പറഞ്ഞ ഒരു മൂല്യര് പിരാന്തൻ, അല്ലെങ്കിൽ ആരാ പിരാന്തൻ, സാസി പിരിച്ചുവിടല്ലേ, ഇയാളേറ്റ് വാദപ്രവം നടത്താൻ ഇനി വേണോന്ന് വെച്ച് ആളുകൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂ ഹനീഫ തന്നെ പറഞ്ഞു, ഇതന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറയണത്. ഞാനൊരു മരം സ്വന്തം കപ്പലായ വർത്താനാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവനും സ്വന്തം ഉണ്ടായിന്നാണ്. ഇതിൽ ആരാ പിരാന്തെന്ന് വെച്ചു. അതിൽ ആളുകളൊക്കെ ഇമാമ് പറഞ്ഞോടത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോ ഇത് സ്വന്തം ഉണ്ടാവൂല,
അത് തലയിൽ ആൾപ്പാർപ്പുള്ള ആർക്കും മനസ്സിലാവും, ഇത് സ്വന്തം ഉണ്ടാവൂല. ഇത് അള്ളാന്റെ പണിയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇത് വെറുതെ ഉണ്ടാവൂല, ഇത് ഖാലിഖായ റബ്ബിന്റെ പണിയാണ്. അലക്കായി കിടന്നിരുന്ന ഒരാളാണ് അലി ഉസ്താദ്. ഉമ്മാന്റെ പള്ളിയിൽ അലക്കായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, നമ്മളും അങ്ങനെ തന്നെയാണ്. അതിലാണ് ഈ എല്ല് വന്നത്, അതിലാണ് ഈ നരമ്പ് വന്നത്, അതിലാണ് പല്ല് വന്നത്, അതിലാണ് നമ്മുടെ കിഡ്നി വന്നത്, അതിലാണ് ചെസ്റ്റ് വന്നത്, അതിലാണ് ലിവർ വന്നത്, അതിലാണ് വാരിയല്ല് വന്നത്, അതിലാണ് നട്ടല് വന്നത്. ഇതൊന്നും ബാപ്പാന്റെ പണിയല്ല എന്ന് ഉറപ്പാണ്. ഇതിലൊന്നും ഉമ്മാക്ക് റോളില്ല എന്ന് ആർക്കും അറിയാം. അപ്പൊ ഇത് ബാപ്പിയമ്മയാണ് മനുഷ്യനുണ്ടാക്കിയെന്ന് പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു മാഷ്, ബാപ്പിയമ്മ ഉണ്ടാക്കിയിട്ടില്ല, വാപ്പാക്കും ഉമ്മാക്കോ 2-3 മിനിറ്റിന്റെ പണി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആരാ മനുഷ്യനുണ്ടാക്കിയത്? അത് ഖാലിഖായ റബ്ബ് മാത്രമാ. ആ ഖാലിഖ് പതിവ് കൂടിയാണ്. മുൻ പ്ലാൻ ഇല്ലാതെയാണ് ഇതൊക്കെ ഒപ്പിച്ചത്. നീ സ്വർഗം നരകത്തൊന്നും മുൻ പ്ലാൻ ഇല്ല, അതൊക്കെ ഇപ്പൊ റെഡിയാണ്. ഒന്നും മുൻ പ്ലാൻ ഇല്ല. മനുഷ്യനോ മനുഷ്യേതര സൃഷ്ടികൾക്കോ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സാധനത്തിന് പ്ലാൻ ഒപ്പിച്ചിട്ട് കാലങ്ങളേറെ കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കളോട് മുശാവറ ചെയ്ത് എല്ലാരും കൂടി സഹകരിച്ചിട്ട് ഉണ്ടാക്കിയതല്ല. അള്ളാഹുവിന്റെ മാത്രം പണിയാണ്. അവന് സംഹരിക്കാനും ഒരു നിമിഷം വേണ്ട, സൃഷ്ടിക്കാൻ ഒരു നിമിഷം വേണ്ടെങ്കിൽ സംഹരിക്കാൻ ഒരു നിമിഷം വേണ്ട. ആ റബ്ബിന്റെ സൃഷ്ടികളാണ് നമുക്ക് വേണ്ടിയാണ് ആകാശം, നമുക്ക് വേണ്ടിയാണ് ഭൂമി, ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ അവസാനം വന്ന ആളെ പേരാണ് മനുഷ്യൻ. ഭൂമിയിൽ അവസാനം വന്ന സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ. ഭൂമിയിൽ വന്നിട്ട് അവന്റെ കാലപ്പഴക്കത്തിന് ഏകദേശം 10,000 കൊല്ലത്തിന് മേലെ പോകില്ല. ഞാൻ പഠിച്ചതനുസരിച്ച് 8,000 എഴുതിച്ച ആളുകളൊക്കെ ഉണ്ട്, വലിയ വലിയ ആളുകൾ. നമ്മളെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ മനസ്സിലാകണേ ഏകദേശം ഒരു 10,000 കൊല്ലം, അതിന്റെ മേലെ പോകില്ല. അതിന്റെ മേലെയാണ് എല്ലാ സൃഷ്ടികളും. ലാസ്റ്റ് സൃഷ്ടിയാണ് മനുഷ്യൻ. പക്ഷേ ഈ ലാസ്റ്റ് വന്നവന് വേണ്ടിയാണ് 500 കോടി കൊല്ലം മുമ്പുള്ള സാധനം അള്ളാഹു സംവിധാനിച്ചത്. ആ മനുഷ്യന്റെ നിലവാരം എത്രയാ? ഈ മനുഷ്യൻ അള്ളാഹു തആല കൊണ്ടുവന്നത് അവനെ അറിഞ്ഞിട്ട് ഒന്ന് കരയാനാണ്. ആദം അലൈഹിസ്സലാം ദുനിയാവിലേക്ക് വന്നതിനെ കരയാനാണ്. ആഴത്തിൽ ചിന്തിച്ചാൽ അവിടെ എത്തും സംഗതികൾ. ഇപ്പൊ ഞാൻ വിശദീകരിക്കണില്ല. ആദം അലൈഹിസ്സലാം സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിൽ നിന്ന് കരയാൻ പറ്റില്ല. ആദം നബി അള്ളഹാനോട് പറഞ്ഞു, എനിക്ക് അന്നൊന്ന് ഓർത്തിട്ട്, കാരണം എന്തോ ഒരു സംഗതികളാ അള്ളാഹ് എന്നെ ഓർത്തിട്ട് അടച്ചോൻ എനിക്കൊന്ന് കരയണം എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല ഒപ്പിച്ച പരിപാടിയാണ് വിലക്കപ്പെട്ട കനി കഴിക്കുന്ന പ്രോഗ്രാം. അത് അള്ളനെ അതിന്റെ ബാക്കിൽ ഒപ്പിച്ച്. അപ്പോ കരയാൻ പറ്റി. ദുന്യാവിൽ വന്നിട്ടാണ് കരഞ്ഞ്, അവിടുന്ന് കരയാൻ പറ്റൂല. കാരണം സ്വർഗം കരയണ സ്ഥലമല്ല. നമ്മൾ അള്ളാഹു തആല കൊണ്ടുവന്നത് അവനെ അറിഞ്ഞിട്ടൊന്ന് തപിച്ച് കരയാനാണ്. ഈ 10 ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് കരഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പെരുന്നാക്ക് കരയാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് കരച്ചിൽ നടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊയ്തീനാജിന്റെ പെങ്ങള് അള്ളാഹു തആല ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മളെ പ്രിയപ്പെട്ട മൊയ്തീനാജി അദ്ദേഹത്തിന്റെ പെങ്ങള് ഖബറിലാണ്. അള്ളാഹു തആല അവരെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ നിങ്ങളെ പേരാ മറന്ന് കുഞ്ഞാപ്പോക്കന്റെ പേരക്കുട്ടി അപ്പൻഡിക്സിനായിട്ട് ഹോസ്പിറ്റലാണെന്ന് സർജറി ഉണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു തആല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു സൈദലിവാക്ക, ഈ സൈദലിവാക്ക എന്ന് പറയുമ്പോൾ നിങ്ങളല്ല കേട്ടോ, അയാള് കൈയൊടിച്ചിട്ട് കരഞ്ഞു. അങ്ങോട്ട് വരുമ്പോ നിസ്കരിച്ച്, ഞാൻ സുന്നത്ത് സ്കെച്ച് ഇങ്ങനെ വരുമ്പോ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മ മരിച്ച ഈസാണ് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തളർന്നു. കാരണം എനിക്ക് ഏത് ഉമ്മാരെ പറയുമ്പോൾ എൻ്റെ ഉമ്മാനെ ഓർമ്മ വരിക. അത് ഞാനിങ്ങനെ നിന്നു. ഉമ്മ എന്ന് പറഞ്ഞാലേ സേതുലിവേജിന്റെ കണ്ണിൽ ഇങ്ങനെ വന്ന നീരിന്റെ പേരാണ് ഉമ്മ. അതാണ് ഉമ്മ. എവിടെ ഉണ്ടാവും ഇല്ലേ? സേതുലിവാക്ക് അവിടെ ഇല്ലേ? എവിടെ എവിടെ? അതെ അതെ അതെ. ഈ മനുഷ്യന്റെ കണ്ണാടിന്റെ അടിയിൽ കൂടി ഇങ്ങനെ 2 ഭാഗത്തും നീര് വന്നു. അതിന്റെ പേരാണ് ഉമ്മ. അതിന്റെ പേരാണ് ഉമ്മ, വേറൊന്നുമല്ല. അയാളെ കൽബിൽ ഇങ്ങനെ എന്തൊക്കെ ചിന്തകൾ ഉരുണ്ടുകൂടിയിട്ട് പറയാൻ കഴിയാതെ കണ്ണടന്റെ ഇടയിൽ കൂടി ഒലിച്ചിറങ്ങിയ ബാഷ്പത്തിന്റെ പേരാണ് ലോകത്തുമ്മ. അള്ളാഹു തആല അവരമ്മാർക്കും നമ്മളെല്ലാരന്മാർക്കും അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ.
എങ്ങനെയാണ് അവർ കബർ കിടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഓർക്കലുണ്ട്, എൻ്റെ അമ്മ എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാകുക, വേദന ഉണ്ടായിട്ടുണ്ടാവോ? ഉമ്മ തിരിച്ചു വരികയാണെങ്കിൽ എൻ്റെ അമ്മക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, എന്തുണ്ടെങ്കിലും അതിങ്ങനെ മട്ടത്തിൽ ഫുള്ളായിട്ട് അവതരിപ്പിക്കും. ആ ഫുള്ള് കട്ടിലിരുന്ന് കേട്ടാലും അമ്മക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനത് താഴ്ത്തി ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്ത് കുറച്ചിപ്പുറത്തേക്ക് കസേരട്ട് ഇരുന്നിട്ടോ ആണ് കേൾക്കല്. എന്തുണ്ടെങ്കിലും അവർ മേറ്ററാക്കിയിട്ട് ഉഷാറായിട്ട് അവതരിപ്പിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കും, എൻ്റെ അമ്മ ഇപ്പൊ തിരിച്ചു വരികയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായതിനെ കുറിച്ച് എന്തെല്ലാം എന്നോട് പറയാണ്ടാവും. പക്ഷെ മരിച്ചു പോയ ഏതെങ്കിലും ഒരാൾ തിരിച്ചു വന്നിട്ട് അനുഭവം ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് ബേജാറില്ലാത്തത്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കും, എങ്ങനെയായിരിക്കും എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടാകുക. നമ്മളിങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിക്കുമെങ്കിലും അങ്ങനെ തന്നെ ആവുമോ? അതഞ്ഞ് ഇങ്ങനെ ബേജാറ് വരും. ഒരുപാട് ബേജാറായി കിടന്ന അന്ന് കിനാവിൽ വരും ഉമ്മ. അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാല് വിശദീകരിക്കാൻ പറ്റൂല. ഉമ്മ എന്ന് പറഞ്ഞാൽ ഇയാളെ മനസ്സൊരുക്കിയിട്ട് വന്ന കണ്ണീരിന്റെ പേരാണ് ഉമ്മ. അള്ളാഹു താല നമ്മളമ്മമാർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. മരിച്ചു പോയവരുടെ ഖബറുകൾ അള്ളാഹു സന്തോഷാക്കി തരട്ടെ. ഉമ്മാന്റെ കോന്തല് മരിക്കണ സമയത്ത് പിടിച്ച് കരഞ്ഞ ആളെ പേരാണ് മുഹമ്മദ് മുസ്തഫ. 6-ാമത്തെ വയസ്സിൽ അബവാ എന്ന മലന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഈ ചെറിയ കുട്ടിയെ ലോകത്തിട്ടിട്ട് പിരിഞ്ഞു പോകുമ്പോ ഉമ്മ മരിക്കണത് ലൈവായി കണ്ടിട്ട് ആ കോന്തലത്തല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ യതീമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ചിന്തിക്കുമ്പോ നമുക്കൊക്കെ ആശ്വാസമാണ്. ഭൂമിയിൽ വന്നാൽ സഹിച്ചേ തീരൂ, ഭൂമിയിൽ വന്നാൽ ക്ഷമിച്ചേ തീരൂ, ഭൂമിയിൽ വന്നാൽ മരിച്ചേ തീരൂ. പിന്നുള്ളത് ആൺകുട്ടികളുടെ ജീവിതമാണ്. ആ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ നോമ്പുകാരായ നമ്മെ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇർഷാസ്റഫ് എന്തോർക്കും നല്ല ശരി നിങ്ങളെല്ലാവരും വരുന്നത് آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, ദയാപരനായ ഖാലിഖായ റാസിഖായ അല്ലാഹ്, ഞങ്ങളിവിടെ കൂടിയത് ചെയ്ത അമാല് എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിന്റെ മിസ്ല് സവാബ് നീ ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ അസ്ഹാബ് ഔലാദ് അസ്വാജിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാര് മഹദികളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ മാസത്തിൽ വിട പറഞ്ഞ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള അലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹാന്മാർ മഹദികളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ മാസത്തിൽ വിട പറഞ്ഞ ബദർ ശുഹദാഇന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറിലേക്ക്, അവരുടെ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം വിശാലതയുള്ള ഖബറാക്കി നൽകണേ അല്ലാഹ്. ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആ ഉമ്മ അടക്കമുള്ളവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തോപ്പാക്കി നൽകണേ അല്ലാഹ്. നരകക്കുണ്ടാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ നാളെ അവരെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാ, നീ ശിഫ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാഹ്. പ്രിയങ്കരനായ ശരീഫ് ഉസ്താദിന്റെ ഉമ്മ ഒരു ട്രീറ്റ്മെന്റിലാണ് റബ്ബേ, നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅൽനാ ബിമഹ്ദി ഫദ്ലിക മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹിബ്ബിഹി യാ റബ്ബൽ ആലമീൻ. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين.